ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ ചർച്ച ചെയ്യാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. പോയിന്റ് നിലയിൽ തൃശൂർ ഒന്നാമത്, കണ്ണൂരും പാലക്കാടും തൊട്ടുപിന്നിൽ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. നിലയ്ക്കലിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണനയിൽ. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് ഡൽഹിയെ നേരിടും. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. വിശാഖപട്ടണത്തിൽ 1,85,000 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാധുനിക ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. വൈകിട്ട് ആന്ധ്ര യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് നടക്കുന്ന പൊതുയോഗത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ ചർച്ച ചെയ്യാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. 39 അംഗ സമിതിയിൽ ലോക്സഭയിൽ നിന്ന് 27 പേരും രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളുമാണ് ഉള്ളത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കേരളത്തിലെത്തും. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സുഗത സൂക്ഷ്മവനം നാളെ അദ്ദേഹം എറണാകുളം വടുതല ചിന്മയ വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്യും. APPMVHSS കൊട്ടാരക്കര, അമൃത സാൻസ്ക്രിറ്റ് HSS പാരിപ്പള്ളി എന്നിവിടങ്ങളിലും സുഗത സൂക്ഷ്മവനം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. സുഗത സൂക്ഷ്മവനം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു തൈ നടാം പദ്ധതി പുരോഗമിക്കുകയാണ്. അമൃതാനന്ദമയി മഠവും കേന്ദ്ര സഹമന്ത്രി സന്ദർശിക്കും. ISROയുടെ പുതിയ ചെയർമാനും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായി V. നാരായണനെ കേന്ദ്രം നിയമിച്ചു. നിലവിലെ ISRO ചെയർമാൻ S. സോമനാഥിന്റെ കാലാവധി അവസാനിക്കുന്നതിനാലാണ് നിയമനം. ഈ മാസം 14 ചുമതലയേൽക്കുന്ന അദ്ദേഹം ISROയുടെ കേരളത്തിലെ വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. ISROയുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി തുടരുകയാണെന്നും ഇന്ത്യയ്ക്കായി ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. Another few months നമ്മൾ അൺക്രൂ മോഡ്യൂളിന് പറയും. ആളില്ലാതെ ഹ്യൂമനോയിഡ് വെച്ച് ആൾക്കാരെ കൊണ്ടുവരുന്ന ആ പ്രോഗ്രാം, അതുക്കുള്ള എല്ലാ ജോലിയും സക്സസ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നതുണ്ട്. പിന്നെ ഫ്യൂച്ചർ പ്രോഗ്രാം നോക്കിയാൽ ഇപ്പോൾ ചന്ദ്രയാൻ 4 പറയുന്ന മൂന്നിൽ പോയി ലാൻഡ് ചെയ്ത് നമ്മൾ സാമ്പിൾ എടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന മിഷനാണ്. അതുക്കുള്ള ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടി ഒരു സ്പേസ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ പ്രൈം മിനിസ്റ്റർ അപ്രൂവൽ തന്നിട്ടുണ്ട്. സ്പേസ് സ്റ്റേഷൻ 5 മോഡ്യൂളാണ്. ഫസ്റ്റ് മോഡ്യൂൾ 2028 അയക്കാനുള്ള അതുക്കുള്ള അപ്രൂവൽ വന്നിട്ടുണ്ട്. 3ാമത് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നിയമസഭാ മന്ദിരത്തിൽ ഈ മാസം 13 വരെ നടക്കുന്ന മേളയിൽ 150ലധികം ദേശീയ അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. പ്രശസ്ത എഴുത്തുകാരും വിവിധ രംഗങ്ങളിലെ വിദഗ്ധരും പങ്കെടുക്കുന്ന ചർച്ചകൾ, സംവാദങ്ങൾ തുടങ്ങിയവ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. വൈകുന്നേരം 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി GR അനിൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും മുഖ്യ അതിഥികളാകും. മത്സരങ്ങൾ ഏകദേശം പൂർത്തിയായപ്പോൾ പോയിന്റ് നിലയിൽ തൃശൂരാണ് മുന്നിൽ. കണ്ണൂരും പാലക്കാടുമാണ് തൊട്ടുപിന്നിൽ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്തം രാവിലെ 11 മണിയോടെ പൂർത്തിയായി. ഗോത്രകലാരൂപങ്ങളായ ഇരുള നൃത്തം ഭാരത് ഭവനിലും പളിയ നൃത്തം നിശാഗന്ധിയിലും പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് മന്ത്രി V. ശിവൻകുട്ടി സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും. ചൂരൽമലയിലെ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സമ്മാനം നൽകും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവർ YMCA ഭാഗത്തുള്ള ഗേറ്റ് വഴി സെൻട്രൽ സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ RBI, ബേക്കറി ജംഗ്ഷൻ, വാൻറോസ് ഭാഗങ്ങളിൽ നിന്നും സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്ക് വലിയ വാഹനങ്ങൾ അനുവദിക്കുന്നതല്ല. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI പ്രത്യേക കോടതി 5 വർഷം കഠിന തടവിന് വിധിച്ച 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, K. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് സ്റ്റേ ചെയ്തത്. ഇവർ സമർപ്പിച്ച അപ്പീലിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ യുവ പ്രവാസി ഭാരതീയ ദിവസ് പരിപാടിയെ ഇന്ന് അഭിസംബോധന ചെയ്തു. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസായി ആഘോഷിക്കുന്നത്. തലശ്ശേരിയിലെ ജില്ലാ കോടതി സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 25-ന് ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 10ഓളം കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറും നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നാളെ കോടതി പരിസരത്ത് 15 ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന പൈതൃക ചിത്രരചന സംഘടിപ്പിക്കും. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. വിർച്വൽ ക്യൂ ബുക്കിംഗും താൽക്കാലിക ബുക്കിംഗും നിജപ്പെടുത്തിയെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാകും. തിരക്ക് തുടർന്നാൽ നിലയ്ക്കലിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് ഇനി 6 നാൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കിലാണ് പമ്പയും സന്നിധാനവും. ദർശനത്തിനായി ശബരിപീഠം കഴിഞ്ഞും തീർത്ഥാടകരുടെ നിര നീണ്ടതോടെ ഇന്ന് പുലർച്ചെ മുതൽ പമ്പയിൽ തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് മുകളിലേക്ക് കയറ്റിവിടുന്നത്. മകരവിളക്ക് കണക്കിലെടുത്ത് 12 മുതൽ 14 വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകുന്ന ദിനങ്ങളിൽ അതത് വില്ലേജ് പരിധികളിൽ മദ്യനിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മുതൽ 15 വരെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലേക്കുള്ള യാത്രയ്ക്കും നിരോധനമുണ്ട്. എരുമേലി, പേട്ടകെട്ട്, ചന്ദനക്കുടം എന്നിവ നടക്കുന്ന ജനുവരി 10, 11 തീയതികളിൽ എരുമേലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മദ്യ ലഹരി വസ്തു വിൽപ്പനയും വിതരണവും നിരോധിച്ചു. മദ്യഷോപ്പുകൾ ഈ ദിവസങ്ങളിൽ അടച്ചിടണം. മദ്യ ലഹരി വസ്തു വിൽപ്പന നടക്കുന്നില്ലെന്ന് പോലീസ്, എക്സൈസ് വകുപ്പുകൾ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. മലപ്പുറം തിരൂരിൽ BP അങ്ങാടി വലിയ നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക്. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പുലർച്ചെ 2:15 പാപ്പാന്മാർ ആനയെ തളച്ചത്. കൊല്ലം സിറ്റി പോലീസിന്റെ പട്രോളിംഗ് സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ആദ്യഘട്ടമായി ജിയോ ടാഗിംഗ് പൂർത്തീകരിച്ചു. തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബേഗം ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. നിർദ്ദിഷ്ട സ്ഥലത്ത് പെട്രോളിംഗ് സംഘത്തിന് അനായാസം എത്താൻ ജിയോ ടാഗിംഗ് സംവിധാനം സഹായിക്കും. കൂടാതെ സ്റ്റേഷൻ പരിധിയിലെ സാമൂഹ്യ വിരുദ്ധരെ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന ജംഗ്ഷനുകൾ, ബാങ്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വേഗത്തിൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കുന്ന രീതിയിലാണ് സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്നത്. നഗരത്തിലെ 1240 ലൊക്കേഷനുകളും സാമൂഹ്യ വിരുദ്ധരായ 603 സ്ഥിരം കുറ്റവാളികളുമാണ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. I-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് ഡൽഹിയെ നേരിടും. പഞ്ചാബിലെ മാഹിൽപൂരിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ ഹൈദരാബാദ് FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. തലശ്ശേരിയിലും എറണാകുളത്തും കാസർഗോഡുമായി നടക്കുന്ന 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർജില്ലാ ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഈ മാസം 16 വരെയാണ് മത്സരം. ഇന്ന് തലശ്ശേരിയിൽ നടക്കുന്ന മത്സരത്തിൽ കണ്ണൂർ വയനാടുമായി ഏറ്റുമുട്ടും. സിനിമാ താരം ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം സമൂഹ മാധ്യമങ്ങളിലുണ്ടായ സൈബർ ആക്രമണങ്ങൾ സംബന്ധിച്ച് ഹണി റോസ് ഉന്നയിച്ച പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായും കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചു. അർബൻ ബാങ്ക് നിയമന അഴിമതിയിൽ ബത്തേരി പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. DCC ട്രഷറർ NM വിജയന്റെ മരണത്തെ തുടർന്നുയർന്ന നിയമന അഴിമതി ആരോപണത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസുകളാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ ചർച്ച ചെയ്യാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. പോയിന്റ് നിലയിൽ തൃശൂർ 1ാമത്, കണ്ണൂരും പാലക്കാടും തൊട്ടുപിന്നിൽ. പെരിയ ഇരട്ടക്കൊല കേസിൽ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്, നിലയ്ക്കലിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണനയിൽ. I-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് ഡൽഹിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.